ഹായ് ഹലോ നമസ്കാരം. ഇത് കണ്ടോ, ഞാൻ എന്നും നോക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യമായിരുന്നു കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കൊരു മടി, റോഡ് സൈഡിലല്ലേ ആൾക്കാർ എന്താ വിചാരിക്കുക എന്ന് ഓർത്തിട്ട് വീഡിയോ എടുക്കാറില്ല. അപ്പം ഞാൻ വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുമ്പോൾ നോക്കിക്കൊണ്ട് പോവും. അപ്പോൾ ഇന്ന് വൈകുന്നേരം വരുമ്പോൾ ആ വീട്ടിലെ ആൻറ്റി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ചോദിച്ചു, ആൻറ്റി ഞാനൊരു വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അതിനെന്താ മോളെ, ഒന്നോ രണ്ടോ മോൾക്ക് വേണ്ടത്ര എടുത്തോ, രാവിലെയൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ച് അധികം ബട്ടർഫ്ലൈസ് ഉണ്ടാവുമല്ലോ എന്നും പറഞ്ഞു. നോക്കി നോക്കൂ, ഇത് കണ്ടോ, ഈ ചെടി ബട്ടർഫ്ലൈസ് മാത്രം വന്ന് നിൽക്കുന്നൊരു ചെടി കേട്ടോ. പണ്ട് അതാണോ ഞാൻ ഉദ്ദേശിച്ചതാണെന്ന് അറിയില്ല, എൻ്റെ കുട്ടിക്കാലത്തൊക്കെ കണ്ടൊരു കാ നിൽക്കുന്നത്. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇതിന് ചവിട്ടിപ്പൊട്ടി എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെ മൂത്ത് നിൽക്കുമ്പോൾ ആ കാ എടുത്ത് താഴോട്ട് വെച്ച് നമ്മൾ കാല് വെച്ച് ചവിട്ടുമ്പോൾ ഒരു സൗണ്ടോട് കൂടിയിട്ട് പൊട്ടുമായിരുന്നു. അത് തന്നെയാണോ ഇതെന്ന് എനിക്കറിയില്ല. ഇതിലൊരു മഞ്ഞ പൂവുണ്ട് കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ടാവും എന്ന് പറഞ്ഞു. ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ആ പൂവെല്ലാം വാടിയിരിക്കുമായിരുന്നു. അപ്പോൾ വിരിയുമ്പോൾ നല്ല ഭംഗിയാണ്, ബട്ടർഫ്ലൈ പോലെ തന്നെ ഇരിക്കും എന്ന് പറഞ്ഞു കേട്ടോ. എന്തുകൊണ്ടാണ് ഈ ചെടിയിൽ ഇത്രയധികം ബട്ടർഫ്ലൈസ് വന്നിരിക്കുന്നതെന്ന് അറിയില്ല കേട്ടോ. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോഴും ഒരുപാട് ബട്ടർഫ്ലൈസ് അവിടെ ഇരിപ്പുണ്ട്. ഒരു 5-8 ഉണ്ടായിരുന്നു. ആൻറ്റി എനിക്ക് വേണ്ടിയിട്ട് അത് ഇളക്കി തരുമായിരുന്നു, ബട്ടർഫ്ലൈസ് പറക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ കുറേ എണ്ണം അതിൽ നിന്ന് പറന്ന് പോയി പിന്നെയും പറന്ന് തിരിച്ചു വരും കേട്ടോ. നമ്മൾ നോക്കുമ്പോൾ പല ടൈപ്പ്, ഒരേ വെറൈറ്റി ഒന്നുമല്ല, പല പല ടൈപ്പ് ബട്ടർഫ്ലൈസ് ഉണ്ട് കാണാൻ. അതൊരു പ്രത്യേക രസം തന്നെയാണ് കേട്ടോ കാണാൻ. ഇവർ എന്നിട്ട് എല്ലാവരും ഇങ്ങനെ, ഞാൻ മാത്രമല്ല ഒരുപാട് പേര് വന്ന് വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട് ഇത്രേ. എന്നിട്ട് അവരുടെ ഫ്രണ്ട് വശത്തെല്ലാം കോൺക്രീറ്റ് ചെയ്തിട്ടേക്കുക. അവിടെ ഈ ചെടി പിടിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവർ വീണ്ടും അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള സ്ഥലത്തെല്ലാം അതിന് തൈ വെച്ച് പിടിപ്പിച്ച് വരിക കേട്ടോ. എന്നോട് വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു.